ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 866 ദിവസം. ഇന്ന് പുതുഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ 21 അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ശിഷ്യന്മാർ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കെ യേശുദമ്പുരാൻ വീണ്ടും അവർക്ക് പ്രത്യക്ഷനാവുകയാണ്. ഇത് 3-ാം തവണയാണ് യേശുദമ്പുരാൻ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഒരിക്കൽ ഇവർ ഉപേക്ഷിച്ച ജോലിയാണ് ഇത്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് യേശുദമ്പുരാൻ പറഞ്ഞപ്പോൾ തങ്ങളുടെ വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുദമ്പുരാന്റെ പിന്നാലെ പോയവരാണ് ഇവർ വീണ്ടും യേശുദമ്പുരാനെ കണ്ടുമുട്ടുന്നത് ഇവർ ചെയ്തിരുന്ന ആ പഴയ ജോലിയുടെ മധ്യയാണ്. 3 വർഷത്തിലധികമായി തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ഗുരുവിന്റെ അസാന്നിധ്യം തന്റെ ശിഷ്യന്മാരെ വളരെ ചിന്താഭാരം ഉള്ളവരാക്കി മാറ്റി. യേശുദമ്പുരാനിൽ നിന്ന് ലഭിച്ചതായ അറിവുകളും യേശുദമ്പുരാനിൽ നിന്ന് ലഭിച്ചതായ അനുഭവങ്ങളും യേശുദമ്പുരാൻ നൽകിയിട്ടുള്ളതായ വാഗ്ദത്തങ്ങളുമൊക്കെ ആ സമയത്ത് ശിഷ്യന്മാരൊക്കെയും മറന്നുപോയി എന്ന് വേണം വിചാരിക്കുവാനായിട്ട്. ഇനി എന്ത് ചെയ്യുമെന്നുള്ളതായ ഒരു ചിന്ത അവരെ ഭരിക്കുവാനായിട്ട് തുടങ്ങി. അവരിൽ തലവനായ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാനായിട്ട് പോകുകയാണ് എന്ന്. കൂടെയുള്ളവരും പറഞ്ഞു, ഞങ്ങളും നിന്റെ കൂടെ വരികയാണ് എന്ന്. നമ്മളും ചിലപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കുന്നതിന് പകരമായിട്ട് സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ആശ്രയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം? തിബരിയാസ് അല്ലെങ്കിൽ ഗലീല കടലിന്റെ പ്രത്യേകതകളും മീൻ ലഭിക്കുവാൻ സാധ്യതയുള്ളതായ സാഹചര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്നവരാണ് ഈ മീൻ പിടിക്കുവാൻ പോയതായ ശിഷ്യന്മാർ. എന്നിട്ടും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും തന്നെ കിട്ടുവാനായിട്ട് ഇടയായില്ല. ആ സമയത്താണ് യേശുദമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ എന്ന്. യേശുവിന്റെ കൽപ്പനയെ അനുസരിച്ച് അവർ പടകിന്റെ വലതുഭാഗത്ത് വല വീശി ആവശ്യത്തിലധികമായിട്ടുള്ള മത്സ്യം അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരേ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവം നിയോഗിച്ച സ്ഥലത്ത് ദൈവം നിയോഗിച്ച ജോലി ചെയ്യുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും സാധിക്കും. എന്നാൽ ദൈവം നിയോഗിക്കാത്ത ഒരിടത്ത് നാം ചെയ്യുന്നതായ വേലകളൊക്കെയും അർത്ഥശൂന്യമാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എന്ത് ജോലിയാണ് നമുക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിവർത്തിക്കുവാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ പരിശ്രമം ഫലവത്തായി തീരും എന്നുള്ളത് സ്പഷ്ടമാണ്. ശിഷ്യന്മാർ വലതുഭാഗത്ത് വലയെറിഞ്ഞപ്പോൾ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ അവർ അത്ഭുതം കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മളും അത്ഭുതങ്ങളെ കാണും. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.